പ്രിയപ്പെട്ടവരെ, ഇന്ന് ആലപ്പുഴ പുന്നമടക്കായലിൽ ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുകയാണ്. എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് ഈ നെഹ്റു ട്രോഫി നടക്കാറുള്ളത്. ആഗസ്റ്റ് മാസത്തിൽ രണ്ടാം ശനിയാഴ്ച ഉണ്ടെങ്കിൽ അന്ന് നെഹ്റു ട്രോഫി മത്സരം ഉണ്ടാകും എന്ന് ആലപ്പുഴയിലെ എല്ലാ ആളുകൾക്കും അറിയാം. ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് അവരുടെ ഹൃദയസ്പന്ദനമാണ്. തൃശ്ശൂർക്കാർക്ക് പൂരം പോലെയാണ് ആലപ്പുഴക്കാർക്ക്, പ്രത്യേകിച്ച് കുട്ടനാട്ടുകാർക്ക് വള്ളംകളി. ഈ വള്ളംകളി ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. കർക്കിടക മാസത്തിലെ മൂലം നക്ഷത്രത്തിൽ ചമ്പക്കുളത്താണ് ആദ്യത്തെ വള്ളംകളി. അതാണ് മൂലം വള്ളംകളി എന്ന് പറയുന്നത്. പിന്നീട് വള്ളംകളി സീസണാണ് പായിപ്പാട് വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി, അങ്ങനെ മറ്റ് പല ഐറ്റംസും ഉണ്ട്. സമീപകാലത്തായിട്ട് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അങ്ങനെ വള്ളംകളികളുടെ കാലമാണ്. പിന്നെ ഇതേ രീതിയിൽ അല്ലെങ്കിലും മറ്റൊരു തരത്തിൽ നടക്കുന്ന ഒരു വലിയ ജലമേളയാണ് ആറന്മുളയിലെ ഉത്രട്ടാതി ജലോത്സവം. അതിപ്പോൾ മത്സരാടിസ്ഥാനത്തിലൊക്കെ നടത്തുന്നുണ്ട്. അവിടെ പള്ളിയോടങ്ങളാണ്. ഏതായാലും നെഹ്റു ട്രോഫിക്ക് തുല്യമായിട്ട് വേറൊന്നുമില്ല. പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന പോലെ വള്ളംകളികളുടെ വള്ളംകളിയാണ് ഐതിഹാസികമായ നെഹ്റു ട്രോഫി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരിക്കൽ ആലപ്പുഴയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങൾ ആലപ്പുഴയിൽ കൊണ്ടുവന്ന് പുന്നമടക്കായലിൽ ഒരു ജല ഉത്സവം നടത്തി എന്നുള്ളതാണ് ചരിത്രം. നെഹ്റു ഇത് കണ്ട് വളരെ ഇമ്പ്രസ്ഡായി. ആ മത്സരത്തിൽ വിജയിച്ച ടീമിന് വെള്ളിയിൽ തീർത്ത ഒരു ട്രോഫി അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടു കൂടി അയച്ചു കൊടുത്തു. അത് നെഹ്റു മരിക്കുന്നവരെ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. നെഹ്റുവിൻ്റെ മരണശേഷം അത് നെഹ്റു ട്രോഫി എന്നറിയപ്പെടാൻ തുടങ്ങി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഇത് ആലപ്പുഴക്കാരുടെ, കുട്ടനാട്ടുകാരുടെ ഒരു വലിയ ഹൃദയവികാരമാണ്. വള്ളംകളി ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. തൃശ്ശൂർക്കാർക്ക് പൂരമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത പോലെ പെരുവനം പൂരം, ആറാട്ടുപുഴ പൂരം, കാവ് വേല, ഉത്രാളിക്കാവ് പൂരം എന്നൊക്കെ പറഞ്ഞ പോലെ ഉത്സവമില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ആനയും എഴുന്നള്ളത്തും പഞ്ചവാദ്യവും പാണ്ടിമേളവും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ പോലെ ഈ വള്ളംകളിയും അതിൻ്റെ പാട്ടും ആഘോഷവും അതുമായി ബന്ധപ്പെട്ട മദ്യപാനവും എല്ലാം ആലപ്പുഴക്കാരുടെ ആ ജീവിതവുമായിട്ട് അത്രയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഈ വള്ളംകളി ഇത്തവണ ആഗസ്റ്റ് മാസം 2-ാം തീയതി നടത്താൻ പറ്റിയില്ല. ഞാനതാ പറയാൻ വന്നത്. ആഗസ്റ്റ് മാസത്തിലെ 2-ാമത്തെ ശനിയാഴ്ച എന്ത് പറ്റുമോ ചോദിച്ചാൽ അതിന് തൊട്ടു മുമ്പായിട്ട് നിലമ്പൂരിൽ പ്രകൃതിക്ഷോഭമുണ്ടായി. കുറച്ചധികം ആൾക്കാർ മരിച്ചു, നമുക്കറിയാം. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് ഈ വള്ളംകളി മാറ്റിവെക്കാനായിട്ട് സംഘടനകൾ തീരുമാനിച്ചു. ഈ പ്രകൃതിക്ഷോഭം ഉണ്ടായത് അങ്ങ് അകലെ വയനാട്ടിലാണെങ്കിലും ഹൃദയമുള്ള മനുഷ്യർ എന്ന രീതിയിൽ വള്ളംകളി മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. വള്ളംകളി മുമ്പും ചില സന്ദർഭങ്ങളിൽ മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റിവെക്കുകയാണെങ്കിൽ അതിനൊരു കണക്കുണ്ട്. ഈ ആലുവ യൂസി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സമാഗമ ദിനം പോലെയാണ്. നവംബർ മാസത്തിലെ 2-ാമത്തെ ശനിയാഴ്ചയാണ് എല്ലാ വർഷവും പൂർവ്വ വിദ്യാർത്ഥി സമാഗമം. ഒരു കൊല്ലം അത് നടന്നില്ല. കാരണം ആ സമയത്ത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച് ദുഃഖാചരണമായിപ്പോയി. അപ്പോൾ എന്താ വെച്ചാൽ ഡിസംബർ മാസത്തിലെ 2-ാം ശനിയാഴ്ചയിലേക്ക് മാറ്റിവെച്ചു. ഈ നെഹ്റു ട്രോഫിയുടെ കാര്യം അതുപോലെയാണ്. ആഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ച നടത്താൻ പറ്റാതിരുന്നാൽ പിന്നെ എന്ത് ചെയ്യും? അതിനൊരു കണക്കുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ 2-ാം ശനിയാഴ്ചയ്ക്ക് മാറ്റും. അതാണ് നാട്ടുനടപ്പ്. ഇത്തവണ അതും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്ര വൈകിയത്. നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി, അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ PV അൻവർ പല പള്ളും പറയുന്നുണ്ട്. ഞാനൊന്നും വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും ആ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു പ്രഖ്യാപനം നടത്തി. ഇക്കൊല്ലം വള്ളംകളി ഉണ്ടാവില്ല. കാരണം വയനാട്ടിൽ ഇത്ര വലിയ പ്രകൃതി ദുരന്തമുള്ളതുകൊണ്ട് നെഹ്റു ട്രോഫിയും ഇല്ല, ചാമ്പ്യൻസ് ലീഗും ഉണ്ടാകുകയില്ല. ഇത് കേട്ടപ്പോൾ കുട്ടനാട്ടുകാർക്ക്, ആലപ്പുഴക്കാർക്ക് വലിയ ഹൃദയവികാരമുണ്ട്. അവർ ജീവിക്കുന്നതിന് വള്ളംകളിക്ക് വേണ്ടിയിട്ടാണ്. വള്ളംകളി ഇല്ലാതെ ജീവിതമില്ല. അത് വെറും ഒരു വിനോദമല്ല, വെറും നേരമ്പോക്കല്ല, ഒരു കായിക വിനോദം പോലുമല്ല, മറിച്ച് ജീവിതമാണ്. കുട്ടനാട്ടുകാർ വളരെ പ്രകോപിതരായി. എവിടെയോ എങ്ങോ എത്രയോ ദൂരെ വയനാട്ടിൽ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായതിന് ഇവിടെ ഈ കുട്ടനാട്ടിൽ ഞങ്ങളുടെ വള്ളംകളി എന്തിനാണ് മുടക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു. അതുമാത്രമല്ല, മന്ത്രിയുടെ മണ്ഡലമായ ബേപ്പൂരിൽ പുതിയതായി ആരംഭിച്ച, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം മറ്റും തുടങ്ങി വെച്ച ഒരു വള്ളംകളി, അത് വള്ളംകളി എന്ന് പറയാനൊന്നുമില്ല. അവിടെ ചുണ്ടൻ വള്ളമില്ല, ഇരുട്ടുകുത്തിയില്ല, ഒന്നുമില്ല. ചെറിയ വള്ളങ്ങളുടെ ചെറിയ ഒരു മത്സരമാണ്. അതിന് ബഹുമാനപ്പെട്ട മന്ത്രി 2.5 കോടി രൂപ അനുവദിച്ചു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഇത്രയും ആഘോഷമായിട്ട് നടക്കുന്ന ഈ നെഹ്റു ട്രോഫി മുടക്കിയിട്ട് ബേപ്പൂരിൽ ഒരു തുക്കട വള്ളംകളിക്ക് പുള്ളി 2.5 കോടി അനുവദിച്ചു. കുട്ടനാട്ടുകാർ തീർച്ചയായിട്ടും പ്രകോപിതരായി. അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോഴത്തേക്കും വലിയ പ്രതിഷേധമായി.
പ്രകടനമായി, ബഹളമായി. ആലപ്പുഴക്കാരനായ മന്ത്രി സജി ചെറിയാൻ റോട്ടിൽ കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം അദ്ദേഹമുള്ള സാംസ്കാരിക മന്ത്രി. ഈ സംസ്കാരമില്ലാത്ത പരിപാടി ടൂറിസം വകുപ്പിൻ്റെ പേരിലാണ് പോലും ചെയ്യുന്നത് ശരിയല്ല എന്ന് നാട്ടുകാർ സജി ചായനെ പിടിച്ചു നിർത്തി പറഞ്ഞു. മറ്റ് ഭരണകക്ഷി MLA-മാരും ഈ നാട്ടുകാരുടെ വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടതായിട്ട്. അവരെല്ലാം കൂടി ഇവിടെ നിന്ന് ടാക്സി വിളിച്ച് തിരുവനന്തപുരത്ത് പോയി മന്ത്രി റിയാസിനെയും മുഖ്യമന്ത്രിയും കണ്ട് പറഞ്ഞു, ഈ ചാമ്പ്യൻസ് ലീഗ് നടത്തിയില്ലെങ്കിൽ സംഗതി ബുദ്ധിമുട്ടാവും. നെഹ്റു ട്രോഫി വേറെ എന്ത് ആലപ്പുഴക്കാർ സഹിക്കും. ഒരു മാസം റേഷൻ കിട്ടിയില്ലെങ്കിലും, അല്ലെങ്കിൽ മണ്ണെണ്ണ കിട്ടിയില്ലെങ്കിലും, കറണ്ട് ഇല്ലെങ്കിലും ആൾക്കാർ സഹിക്കും. പക്ഷേ വള്ളംകളിയില്ലാതെ ആലപ്പുഴക്കാർക്ക്, കുട്ടനാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് പറ്റിയാലും ശരിയാണ്. പ്രകൃതി ദുരന്തമല്ലേ, എന്ത് സംഭവിച്ചാലും വള്ളംകളി മുടക്കാൻ പാടില്ല എന്ന് അപ്പോൾ കാരണഭൂതം പറഞ്ഞു, മരുമോനെ നീ അതെങ്ങനെയെങ്കിലും ഒരു സാങ്ഷൻ കൊടുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചാൽ അങ്ങനെ നെഹ്റു ട്രോഫി നടക്കുക. ഇതിന് സർക്കാരിൻ്റെ വലിയ പങ്കാളിത്തം വേണം. പൂരം പോലെ തന്നെയാണ്. പോലീസിൻ്റെ വലിയ സഹകരണം വേണം. റവന്യൂ വകുപ്പിൻ്റെ കളക്ടർ മുതൽക്ക് താഴോട്ട് വില്ലേജ് ഓഫീസർ, വില്ലേജ് മാൻ വരെയുള്ള ആളുകളുടെ സഹകരണം വേണം. അതിനേക്കാളും ജലവിഭവ വകുപ്പിൻ്റെ സഹകരണം വേണം. പിന്നെ ഫയർ എഞ്ചിൻ്റെ വേണം, മറ്റു പലരും വേണം, ഫയർഫോഴ്സ് എന്ന് വേണ്ട സകല സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപിച്ച പ്രവർത്തനത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ശരിക്കും പറഞ്ഞാൽ സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും വള്ളംകളിയുമായിട്ട് സഹകരിക്കുന്നവരാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, എല്ലാ വിഘ്നങ്ങളും നീങ്ങി. ഇന്ന് എന്താണ് ഈ പുന്നമടക്കായലിലെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ചുണ്ടൻ വള്ളങ്ങൾ, കാരിച്ചാലുണ്ടാവും, ജവഹർ തായങ്കരി ഉണ്ടാവും, കല്ലൂപ്പറമ്പിലുണ്ടാവും, ചമ്പക്കുളം ഉണ്ടാവും. അങ്ങനെ ഈ വള്ളങ്ങളൊക്കെ ഇന്ന് പുന്നമടക്കായലിൻ്റെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് പാഞ്ഞു പോവുകയാണ്. ആര് ജയിക്കും എന്ന് നമുക്ക് വൈകുന്നേരമായാലും അറിയാൻ പറ്റുള്ളൂ. നെഹ്റു ട്രോഫി വള്ളംകളി മുടങ്ങാത്തതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഈ വള്ളംകളി കുട്ടനാടുള്ളിടത്തോളം കാലം, ആലപ്പുഴയും പുന്നമടക്കായലും ഉള്ളിടത്തോളം കാലം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ സംരംഭത്തിന് എല്ലാ വിജയം ആശംസിക്കുന്നു. സഖാവ് വിജയനാണ് ഇന്ന് ഈ വള്ളംകളി ഉദ്ഘാടനം ചെയ്യുന്നത്. അടുത്ത വള്ളംകളിക്ക് പുള്ളി ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. അതോ അൻവർ സാഹിബ് ഇദ്ദേഹത്തെ തട്ടിമറിക്കുമോ, അതോ അദ്ദേഹം നാട് വിട്ടു പോകുമോ, ഒന്നും പറയാറായിട്ടില്ല. ഏതായാലും ഈ വള്ളംകളി വിജയിക്കട്ടെ. ഇനിയുള്ള വള്ളംകളിയിലും വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.